മഴതോരും മുംബൈയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ബാലചന്ദ്രന്റെ അരികിലേക്ക് അലീന ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രൻ അനിലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് വൈജയന്തിയുടെ ആങ്ങള നിന്റെ അടുത്ത് പറഞ്ഞ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇത് കേട്ട അലീനയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കുന്നില്ല. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് അദ്ദേഹം എനിക്ക് സമയം തന്നിരിക്കുന്നത്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള കാര്യം അലീന പറയാണ്. അപ്പോ നീ എനിക്ക് തന്ന വാക്കോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ സർ എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് എന്നുള്ള കാര്യം പറയാണേ. ഈ വീട്ടില് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ സർ ഞാൻ പോയേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകുന്നുള്ള കാര്യം തന്നെയാണ് കേട്ടോ അലീന പറയുന്നത്. സാറ് എതിർപ്പൊന്നും പറയരുത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് അലീന പറയുന്നുണ്ട്. ഇത് കേട്ട് ബാലചന്ദ്രനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. തുടർന്ന് അലീന താഴേക്ക് വരുവാണ്. അലീന വരുന്നതും കാത്ത് വൈജയന്തി താഴെ തന്നെ ഉണ്ടായിരുന്നു. അലീനയെ കണ്ട ഉടനെ തന്നെ എന്താ അയാള് നിന്റെ അടുത്ത് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇല്ല സാർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ല, ഞാൻ പോകുന്നുള്ള കാര്യം സാറിനെ അറിയിച്ചു എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നുള്ള കാര്യം വൈജയന്തി അലീനയുടെ അടുത്ത് പറയാനുണ്ട് ചെയ്യുന്നത്. എന്തായാലും അലീന നാളെ പോകുമെന്നുള്ള അതേ ഉറച്ച തീരുമാനത്തിലാണ് എന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലാകുമ്പോൾ വൈജയന്തി ഭയങ്കര സന്തോഷത്തിലാണേ. അലീന പോയി കഴിഞ്ഞതിന്റെ ഉടനെ തന്നെ വൈജയന്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇവള് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എനിക്ക് പഴയതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരിയായിട്ട് ജീവിക്കാമെന്ന്. ബാലചന്ദ്രന്റെ തീരുമാനം എന്താണെന്നുള്ള കാര്യം അറിയാതെ വൈജയന്തി വല്ലാതെ മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട്. അലീന പോകുമെന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞ് വൈജയന്തി മനുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് നീ ഇവിടെ കൊണ്ടുവിട്ട സാധനത്തിനെ നീ തന്നെ വന്ന് കൊണ്ടുപോയിക്കോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വൈജയന്തി പറയുന്നത് കേൾക്കുമ്പോൾ മനു കൂടുതലായിട്ട് ഫോണിലൊന്നും സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. തുടർന്ന് വീട്ടിലേക്ക് എത്തുന്ന മനു എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നുണ്ട്. മനു വന്ന ഉടനെ തന്നെ വൈജയന്തി പറയുന്നുണ്ട്, നീയല്ലേ അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്, അതുകൊണ്ട് നാളെ അവൾ ഇവിടുന്ന് പോണം. അവളെ നീ എന്തായാലും ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ കുടുംബത്തിലുള്ളവരെക്കാൾ വലുത് അദ്ദേഹത്തിന് അലീനയാണ്. അവള് നാളെ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവള് ഏതെങ്കിലും ഒരാൾ മാത്രമേ ഈ വീട്ടിൽ ഇനി ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഒരു ഭീഷണി സ്വരത്തോട് കൂടിയിട്ടൊക്കെയാണ് വൈജയന്തി മനുവിന്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന് വിചാരിച്ചിട്ട് മനു നേരെ ബാലചന്ദ്രന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രന്റെ അടുത്ത് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അലീനയെ അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രന് ഒരു താല്പര്യവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. പക്ഷേ തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് അലീനയെ കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറ്റി നിർത്തിയാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബാലചന്ദ്രന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ നോ എന്നാണ് കേട്ടോ മറുപടി പറയുന്നത്. ആ നോയിൽ തന്നെയുണ്ട് ഇനി കൂടുതലായിട്ട് ബാലചന്ദ്രന്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനുവിന് മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന അവിടുന്ന് പോകുന്നുള്ള കാര്യം മനസ്സിലാക്കി ബാലചന്ദ്രൻ രാവിലെ തന്നെ അലീനയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. താൻ എന്തായാലും പോവാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സർ. നീ എന്താ അവരെ പേടിച്ചിട്ട് പോവാണോ എന്നുള്ള കാര്യം ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് ഇല്ല സർ, ഞാൻ അവരെ ഒരിക്കലും പേടിച്ചിട്ടൊന്നും പോവുകയല്ല. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ സമാധാനം നഷ്ടപ്പെടും എന്നുള്ള കാര്യം പറയുമ്പോൾ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ വീടിന് സമാധാനം ഉണ്ടാവുമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? നീ പോകുന്നതോട് കൂടിയിട്ട് ഈ വീടിന്റെ സമാധാനം മൊത്തമായിട്ട് പോവുകയേ ചെയ്യുള്ളൂ അലീന എന്നുള്ള കാര്യം ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കുമ്പോൾ ദയവേത് സർ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് എന്ന് അലീന പറയുന്നുണ്ട്. എന്നെ സാറ് ഇവിടുന്ന് പോകാൻ വേണ്ടി അനുവദിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് പറയുന്നൊക്കെയുണ്ട്. ശരി, നിന്റെ തീരുമാനം എന്താണെങ്കിലും അത് ഇനി നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും തടയാൻ വേണ്ടി വരില്ല എന്നുള്ള കാര്യം ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് അലീന റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്താണ് അന്ന് രേവതികുട്ടിയുമായിട്ട് സംസാരിച്ച ആ ക്ലിപ്പുകൾ ഫോണിൽ ഓൺ ആക്കിയിട്ട് കേൾപ്പിക്കുന്നത്. അത് കേട്ട് അലീന ഇങ്ങനെ ഞെട്ടലോട് കൂടി തിരിഞ്ഞു നോക്കുവാണ്. ആ ശബ്ദം മൊത്തം ആ റൂമിൽ ഇങ്ങനെ പടർന്ന് കേൾക്കുന്നുണ്ട്. ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അലീനയെ അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അലീന ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ആ തന്റെ ജന്മരഹസ്യം ബാലചന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണ് തന്നെ ഇത്രയും നാൾ സംരക്ഷിച്ച എന്നുള്ള കാര്യമൊക്കെ അലീന തിരിച്ചറിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി എന്തായാലും ബാലചന്ദ്രന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അലീനയ്ക്ക് അവിടുന്ന് പോകാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി താൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാത്ത അവസ്ഥയിൽ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ